ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രേഷ്മയുടെ കയ്യിൽ കൊടുത്തയച്ച് അത് ഭദ്രമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോഴേക്കും വാതിൽ തന്നെ ശ്യാമയും ശാരികയും കാത്തു നിൽക്കുകയായിരുന്നു. ഇത് കണ്ടതോടെ ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു, എന്താ വേണ്ടത്? ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ വേഗം അവിടെ നിന്ന് മാറി. അപ്പോഴേക്കും രേഷ്മയോട് എന്നാ മോള് വന്നേ എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം വിളിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങുകയും രേഷ്മയോട് എന്നാ മോള് പോയിക്കോളാൻ പറഞ്ഞ് അവിടെ നിന്ന് രേഷ്മയെ പറഞ്ഞയക്കുന്നതുമൊക്കെ പിന്നാലെ വന്ന ശാരികയും ജനലിനടുത്ത് നിന്ന് നോക്കിയെന്ന് കാണുന്നു. അല്ല അമ്മ ഇത്രത്തോളം ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? അതും മുറിക്കകത്ത് കയറിയിരുന്ന് ഇത്ര ഭദ്രമായൊക്കെ പറയേണ്ട ആവശ്യകത എന്താ? നമ്മളറിയാത്ത എന്ത് കാര്യമാണ് ഇവിടെ അവർക്ക് സംസാരിക്കാനുള്ളത്? ശരിക്കും എന്തായിരിക്കും അമ്മയും ആ പെൺകുട്ടി സംസാരിച്ചത്? ഇങ്ങോട്ട് വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ അങ്ങനെ ഒരു കവർ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കവർ വന്നതിന്റെ കാരണം എന്ന് ഇതെന്തായിരിക്കും അതിനകത്തുള്ളത് എന്നൊക്കെ ആലോചിച്ച് സംശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ടും ആ കാഴ്ച കണ്ടുകൊണ്ട് അതിശയിച്ച് അങ്ങനെ നോക്കി നിൽക്കുന്ന ശാരികയുടെയും ശ്യാമയുടെയും മനസ്സിലെ ആശങ്കകൾ മനസ്സിലാക്കി ശാരദാമ്മ നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കാതെ ഭദ്രമായി ഇത് സൂക്ഷിക്കാൻ ആ കുട്ടിക്ക് കഴിയണേ എന്ന് മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ്മ നിന്നു. ശാരദാമ്മ അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ശാലിനിയെ കാണുവാനായിട്ട് കളക്ട്രേറ്റിലേക്ക് എത്തുകയായിരുന്നു ശിവൻ അവിടേക്ക് വന്നു കയറുന്ന സമയത്ത് കൃത്യമായി തന്നെ ശിവൻ ആ ക്യാബിനിലേക്ക് വരാനായിട്ട് ശാലിനിയെ കാണുവാനായിട്ട് അവിടെ കളക്ടറേറ്റിലേക്ക് വന്നെത്തി. ഈ സമയത്ത് ശാലിനി ഒപ്പിടാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആന്റണിയും ഡേവിസും ചേർന്ന് നടത്താനിരിക്കുന്ന ആ പുതിയ പ്രോജക്റ്റിന്റെ ഫയൽ അത് അനുപല്ലവിയുടെ ക്യാബിനിലേക്ക് കയറി വന്ന് അനു കാണാതെ ADM ജോൺ അബ്രഹാം ആ ഫയൽ ശാലിനി സൈൻ ചെയ്യുന്നതിനെ മാറ്റിവെച്ചിരിക്കുന്ന ആ ഫയലുകളുടെ കൂട്ടത്തിലേക്ക് എടുത്ത് വെച്ച് ഒളിപ്പിക്കുന്നു. ഇത് പിന്തിരിഞ്ഞു നിന്നിരുന്ന അനുപല്ലവി ഇത് കാണാതെ പോവുകയാണ്. അപ്പോഴാണ് അനു പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ജോൺ അബ്രഹാമിനെ കണ്ടു. എന്താ സർ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഇന്ന് കളക്ടർ മേഡത്തെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് എങ്ങനെയാ, അതൊക്കെ ചാർട്ട് ചെയ്തോ എന്ന് ചോദിച്ചപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല, ഉച്ചയ്ക്ക് ശേഷം ഒരു കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എന്താ സാർ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല, വെറുതെ അന്വേഷിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജോൺ താൻ ചെയ്ത പ്രവൃത്തി അത് ഭദ്രമാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ജോൺ പോകുന്നു. അപ്പോഴേക്കും ശാലിനിയെ കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള ഫയലും എടുത്ത് അനുപല്ലവി വേഗം ശാലിനിയുടെ ക്യാബിനിലേക്ക് എത്തി. ടേബിളിന് മുകളിലേക്ക് ആ ഫയലുകൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, അല്ല ഇന്നിപ്പം വേറെ പ്രോഗ്രാം ഒന്നും ചാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കി തീരണമെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസം മതിയാവില്ലല്ലോ അനു എന്ന് പറഞ്ഞ് ഫയലുകൾ ഓരോന്ന് നോക്കുമ്പോഴേക്കും അനു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കളക്ട്രേറ്റിലേക്ക് ശിവൻ വന്നതും അനുവിൻ്റെ അടുത്തെത്തി ശിവൻ തനിക്ക് ശാലിനി മേഡത്തെ കാണണമെന്നുള്ള അനുവാദം ചോദിച്ചത്. അനു വേഗം തന്നെ ഇന്റർകോമിൽ വിളിച്ച് ശാലിനിയോട് മേഡത്തെ കാണാനായിട്ട് ഒരു വിസിറ്റർ ഉണ്ടെന്ന് അറിയിച്ചതും അത് കേട്ടതോടെ അയാളെ കയറ്റി വിടാനായിട്ട് ശാലിനി പറയുന്നു. ആരാണെന്ന് ശാലിനിയോട് അനു വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ കയറ്റി വിട്ടോളാൻ പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. ഉടനെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ശിവനെ കണ്ടതും ശാലിനിയെ മുഖം ഒന്ന് ചുളിച്ചു. എന്നിട്ട് ശാലിനിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന ശിവനോട് ശാലിനി അവിടെ ഇരിക്കുവാനായിട്ട് അറിയിച്ചു. ഇരിക്കാൻ മടി കാണിക്കുന്ന ശിവനോട് ഇരുന്ന് നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ ഒടുവിൽ അവിടെ ഇരിക്കാൻ ശിവൻ തയ്യാറായി. അങ്ങനെ ശാലിനിയോടൊപ്പം അവിടെ ഇരുന്ന് ശാലിനി കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, മേഡം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മേഡം സ്വന്തം മനസ്സിനെ പോലെ സ്നേഹിക്കുന്ന പ്രകാശ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, അയാളെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരി ചന്ദ്രയാണ്. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവർ ഒരുമിച്ച് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ വീട്ടുകാർ ചന്ദ്രയ്ക്ക് മറ്റു വിവാഹം ആലോചിക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേരും കൂടി വീട് വിട്ടിറങ്ങി. അവര് ഇന്നലെ അവരുടെ വിവാഹം നടത്താനായിട്ട് തയ്യാറായിരുന്നതായിരുന്നു. ഞാനും അവരുടെ രജിസ്റ്റർ മാരേജ് നടത്താനിരുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ പോലീസിൽ പരാതിപ്പെട്ട് അവരെ പോലീസുകാർ പിടികൂടിയത്. അതിനുശേഷം ചന്ദ്രയെയും പ്രകാശിനെയും സ്റ്റേഷനിൽ നിന്ന് എൻ്റെ അച്ഛൻ തന്നെയാണ് ഇറക്കിക്കൊണ്ട് പോയത്. എന്നാൽ ഇത്രയും നേരമായിട്ടും പ്രകാശിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പ്രകാശിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും പ്രകാശിന്റെ ഫോൺ പോലും കണക്ട് ആവുന്നതുമില്ല. പ്രകാശിന്റെ സുഹൃത്തുക്കൾക്കും പ്രകാശ് എവിടേക്കാണ് പോയതെന്ന് അറിയില്ല. അതുകൊണ്ട് മേഡം എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അച്ഛനാണ് അവിടെ നിന്ന് പ്രകാശിനെയും ചന്ദ്രയെയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതെന്ന് ഞാൻ അറിഞ്ഞു. അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് എനിക്ക് ടെൻഷൻ. അതുകൊണ്ട് മേഡം എത്രയും വേഗം തന്നെ പ്രകാശിനെ കണ്ടെത്തുന്നതിന് വേണ്ടി മേഡം ഒന്ന് റസാഖിനെ വിളിച്ച് ഇക്കാര്യം ഒന്ന് അറിയിക്കണം. ഞാൻ പറയുന്നതിനേക്കാൾ ഭേദം മേഡം പറയുന്നതായിരിക്കും. അയാളെ കണ്ടെത്താനായി റസാഖ് കൂടുതൽ ശ്രമിക്കുക. അതുകൊണ്ട് മേഡം ഒന്ന് ഇക്കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കണം. ഞാൻ എൻ്റെതായ വഴിക്ക് അയാൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞതും ശരിയെന്ന് ശാലിനി പറയുന്നതോടൊപ്പം ശാലിനിയുടെ മനസ്സിലേക്ക് അന്ന് താൻ വിഷ്ണുവേട്ടനെ ചിതാഭസ്മമായി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തൻ്റെ പിന്നാലെ വന്ന് പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ ശാലിനി ഓർമ്മിച്ചു. തൽക്കാലം പഠിക്കുകയാണ് വേണ്ടതെന്നും
ഇപ്പോൾ വിവാഹവും പെണ്ണും പിടക്കൊഴിയൊന്നും ഇപ്പം നോക്കണ്ട എന്നും പഠന കാര്യങ്ങൾ മാത്രം തൽക്കാലം ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ശാലിനി അന്ന് അവിടെ നിന്ന് പ്രകാശിനെ വിരട്ടി വിട്ട കാര്യം ശാലിനി ഓർമ്മിച്ചു. അതിനു മുൻപ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ കാണിച്ച് ആ പെൺകുട്ടിയും താനും ഇഷ്ടത്തിലാണെന്ന് അന്ന് പ്രകാശ് പറഞ്ഞ കാര്യവും ശാലിനി ഓർക്കുന്നു. അതിനുശേഷം ഇത്രയും നേരമായിട്ടും പ്രകാശിനെ കുറിച്ചൊരു വിവരവുമില്ല എന്നറിഞ്ഞപ്പോൾ ശാലിനിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. അപ്പോഴാണ് കളക്ട്രേറ്റിലേക്ക് രേഷ്മ വന്നെത്തിയത്. ഒരു ഓട്ടോയിൽ കളക്ട്രേറ്റിന്റെ മുറ്റത്ത് വന്ന് രേഷ്മ വന്നിറങ്ങിയതും രേഷ്മ എത്രയായെന്ന് ഓട്ടോക്കാരനോട് അതിന്റെ ചാർജ് ചോദിച്ചപ്പം 150 എന്ന് അയാൾ കൂടുതൽ വില പറഞ്ഞു. പെട്ടെന്ന് മീറ്ററിലെ റീഡിങ് 90 രൂപയെന്ന് കണ്ടപ്പോൾ അത് നോക്കിയിട്ട് രേഷ്മ പറഞ്ഞു, 90 രൂപയാണല്ലോ ഇതിൽ കാണിച്ചിരിക്കുന്നത്, എന്തായാലും ഞാൻ അതിന് റൗണ്ട് എങ്ങനെയാണ് നിങ്ങൾ 150 പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അതെ, ഇങ്ങോട്ട് വരുന്ന വഴി കുറേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായല്ലോ, അവിടെ എത്ര തവണയാ ചവിട്ടി പിടിച്ചൊക്കെ ഇരിക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് 150 രൂപ തന്നേ പറ്റുമെന്ന് പറയുമ്പോൾ രേഷ്മ പറഞ്ഞു, അതെ, മീറ്ററിൽ റീഡിങ് 90 രൂപയാണ്, പിന്നെ ഒരു 10 രൂപ കൂടുതലാക്കി 100 രൂപ തരാം, അതിൽ കൂടുതലൊന്നും തരില്ല എന്ന് പറഞ്ഞപ്പോൾ രേഷ്മയുടെ കയ്യിലിരുന്ന ബാഗ് അയാൾ പിടിച്ചു വാങ്ങിക്കുന്നു. അതെ, ഈ ബാഗ് തൽക്കാലം ഞാനങ്ങ് കൊണ്ടുപോവാ, ഇതിന് വേണമെങ്കിലേ മേഡം അന്വേഷിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ വന്നാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയനും മറ്റ് ടീമുകളും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കും ഞങ്ങളുടെ തൊഴിലാളികളെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള യൂണിയൻ സഹാക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇത് മേടിക്കണമെങ്കിൽ മേഡം അങ്ങ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വാ, ഞാനത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ആ ബാഗ് പിടിച്ച് വാങ്ങിക്കുമ്പോഴാണ് അവിടെ കളക്ടറേറ്റിലെ ശാലിനിയുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശിവൻ ആ കാഴ്ച കാണുന്നത്. പട്ടാപ്പകല്, അതും കളക്ടറേറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു അതിക്രമമോ പിടിച്ചു പറയോ, അത് ശരി, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ശിവൻ അവിടേക്ക് ഓടിയെത്തുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അയാൾ പോകാനായി റിവേഴ്സ് എടുക്കുമ്പോഴേക്കും ശാലിനി പിന്നെ അവിടേക്ക് ഓടിയെത്തിയ ശിവൻ അവനെ ആ വണ്ടിയിൽ കയറി പിടിച്ച് അവിടെ നിർത്തറ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അതിനുശേഷം വണ്ടി നിർത്തിയതോടെ ആ ഡ്രൈവറെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുത്തു. എടാ, നീ എന്താടാ കളക്ടറേറ്റിൽ വന്ന് ഗുണ്ടായസം കാണിക്കുന്നു, എത്ര രൂപ പെങ്ങളെ തരാനുള്ളത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 2 അടിയും കൊടുത്തിട്ട് ശിവൻ പറഞ്ഞു, മേലാൽ നിന്നെ ഈ വഴിക്ക് പോലും കണ്ടുപോകരുത്, എത്രയാ പെങ്ങളെ ഇവനുള്ളത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എത്രയാണ് തരേണ്ട ഓട്ടക്കൂലി എന്ന് ചോദിച്ച് അയാളെ ഒന്ന് വിരട്ടി. അപ്പോഴേക്കും 90 രൂപ എന്നയാൾ പറഞ്ഞപ്പോൾ 100 രൂപയുണ്ടെന്ന് പറഞ്ഞ് രേഷ്മയുടെ കയ്യിൽ നിന്ന് ആ 100 രൂപ വാങ്ങിച്ച് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മേലാൽ നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുതെന്ന്. അങ്ങനെ അയാളെ ഭീഷണിപ്പെടുത്തി ശിവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ബഹളം കേട്ടുകൊണ്ടാണ് ശാലിനി വേഗം ഉമ്മറത്തേക്ക് ഓടിയെത്തുന്നത്. ഇതിനിടയിൽ ശിവന്റെ ഫോണിലേക്ക് ശാലിനിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ശിവന്റെ ഫോണിലേക്ക് സത്യാമ്മ വിളിക്കുകയും ചെയ്തു. സത്യാമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ശിവൻ എന്താണ് പിള്ളച്ചേട്ടാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പിള്ളച്ചൻ പറഞ്ഞു, അതെ, ഇവിടെ രാഘവൻ സാറ് ശിവനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക, ഇവിടെ വരെ വരുമോ, സത്യാമ്മ പറഞ്ഞിട്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞതും, ഞാൻ തൽക്കാലം അവിടേക്ക് വരുന്നില്ല, കാരണം എന്നെ തൽക്കാലം നിങ്ങൾ അവിടേക്ക് തിരിച്ചു വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതിൽ അവിടെയുള്ള ആർക്കും താല്പര്യമില്ല, ശാലിനി മേഡത്തിന് പോലും അതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസമായിട്ട് കഥാപാത്രമായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ശിവൻ ഫോൺ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശിവനെ കാണാത്തതിൻ്റെ പരിഭവത്തിലായിരുന്നു രാഘവൻ നായർ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരുന്ന് അവിടെ ആ സിറ്റൗട്ടിൽ തന്നെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് പിടിവാശിയോടെ രാഘവൻ നായർ ഇരിക്കുന്ന കണ്ട് സത്യാമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി. അപ്പോഴാണ് തൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് തൻ്റെ നേരെ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചപ്പോൾ അയാളെ നിലയ്ക്ക് നിർത്താനായി അവിടേക്ക് ഓടിയെത്തി തന്നെ സഹായിച്ച ശിവന്റെ ഫോട്ടോ കൃത്യസമയത്ത് ശിവനെ കൃത്യമായി രേഷ്മ കാണുന്നത്. തൻ്റെ മുന്നിലേക്ക് വന്ന് ആ പ്രശ്നം സോൾവ് ചെയ്ത് ആ ഓട്ടോക്കാരനെ പറഞ്ഞയച്ചിട്ട് അവിടെ നിൽക്കുന്ന ശിവനെ കണ്ടതോടെ അമ്പരന്ന് നോക്കുകയാണ് രേഷ്മ. ഈ സമയത്താണ് മഹേന്ദ്രനെ കാണുവാനായി ശിവനെ ചികിത്സിച്ച ഡോക്ടർ എത്തിയത്. മഹേന്ദ്രൻ, എന്താണ് ഡോക്ടറിനെ വിളിപ്പിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഡോക്ടർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എത്തിയത്. ആദ്യം ഡോക്ടർ വിളിച്ചപ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു, അതാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയത് എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും താൻ ഇപ്പോൾ വിളിപ്പിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല എന്നും തനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് മഹേന്ദ്രനോട് പറയുവാനുണ്ടെന്നും ശിവന്റെ ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ശിവന്റെ ഓപ്പറേഷൻ അത് വളരെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായി തന്നെ വെക്കണം എന്നല്ലേ മഹേന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് മഹേന്ദ്രന് ഞാൻ നൽകിയ വാക്കും നമ്മൾ തമ്മിലുള്ള ധാരണയും എന്താണെന്ന് മഹേന്ദ്രൻ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോൾ
അന്ന് ശിവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഡോക്ടർ ശിവനെ കുറിച്ച് ചില കാര്യങ്ങൾ മഹേന്ദ്രനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മഹേന്ദ്രനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത് മഹേന്ദ്രൻ ഓർക്കുന്നു. അന്ന് മഹേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ, എൻ്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ശരിക്കും എന്തിനാണ് മഹേന്ദ്രനെ ചികിത്സിക്കുന്നത് എന്നതായിരുന്നു ഡോക്ടറുടെ ചോദ്യം. അത് എൻ്റെ ഹാർട്ടിന്റെ പ്രോബ്ലത്തിനാണെന്ന് പറഞ്ഞപ്പോൾ മഹേന്ദ്രന്റെ ഹാർട്ടിന്റെ പ്രശ്നം അത് മരുന്നിലൂടെ അതിനെ ഒരു വിധത്തിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കാം, അതിനെ തരണം ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ ഇപ്പോൾ ശിവന്റെ കാര്യം അങ്ങനെയല്ല. ശിവന്റെ ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിൽ വാൽവിന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹാർട്ട് ഇനി മാറ്റിവെക്കാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ഉടനെ നടത്തണമെന്ന് ഡോക്ടർ അറിയിച്ചു. എത്രയും വേഗം അത് നടക്കണമെന്നും അത് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന പേഷ്യൻസിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നതെന്നും അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എത്രയും വേഗം റെഡിയാകുന്നതിന് വേണ്ടി നിങ്ങളെ കുടുംബം എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കണമെന്നും അത് മാത്രമല്ല നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ ആ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്നും വേഗം കാര്യങ്ങൾ നടക്കുമെന്നും എത്രയും വേഗം നടത്തിയാൽ അത്രയും നല്ലതാണ് ശിവന് എന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചത് മഹേന്ദ്രൻ ഓർത്തു. എനിക്ക് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ PA-യുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അത് മാത്രം മതി, എത്രയും വേഗം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഡോക്ടർ അന്ന് മഹേന്ദ്രനോട് ആവശ്യപ്പെട്ടതും പിറ്റേ ദിവസം തന്നെ ഡോക്ടർ വീണ്ടും മഹേന്ദ്രനെ വിളിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്വാധീനം എന്തായാലും ഫലം കണ്ടു, മധുരയിൽ നിന്നാണ് ഒരു ഹാർട്ട് ശിവന് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നത്, അത് എത്രയും വേഗം തന്നെ അവരിവിടെ അത് എത്തിക്കുകയും ചെയ്യും. ആ ഹാർട്ട് ഇവിടെ എത്തിച്ചേരേണ്ട താമസം അതിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതോടെ മഹേന്ദ്രൻ പറഞ്ഞു, ഡോക്ടർ വലിയ സന്തോഷം, പക്ഷേ ഡോക്ടറോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഇപ്പോഴത്തെ ഈ ഓപ്പറേഷനെ സംബന്ധിച്ച് ശിവന്റെ ഹെൽത്തിനെ കുറിച്ച് എന്ത് സംശയമുണ്ടാലും അത് ദൂരീകരിച്ച് തരേണ്ടത് ഡോക്ടറായ എൻ്റെ കടമയാണെന്ന് പറയുമ്പോൾ ഡോക്ടറോട് മഹേന്ദ്രൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ അവൻ്റെ ജീവനെക്കുറിച്ചുള്ള പേടിയൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, അത് ഡോക്ടർ ഭദ്രമായി എന്നെ തിരികെ ഏൽപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ആശങ്കയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരു കാരണവശാലും എൻ്റെ മോൻ ഇക്കാര്യം അറിയാൻ പാടില്ല എന്നതായിരുന്നു മഹേന്ദ്രന്റെ ആവശ്യം. അതെങ്ങനെയാ, ഒരിക്കലും അത് സാധ്യമാകില്ല എന്നും പേഷ്യന്റ് അറിയാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സർജറി നടത്താൻ പാടില്ലെന്നും അത് ഞങ്ങളുടെ മെഡിക്കൽ എത്തിക്സിന് ചേരുന്ന കാര്യമല്ലെന്നും അതിനെതിരാണെന്നും കൂടി ഡോക്ടർ ഓർമ്മപ്പെടുത്തുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, സർ അങ്ങനെ ഒരു കാര്യം തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരണം, ഇല്ല എങ്കിൽ എൻ്റെ മോൻ അവൻ്റെ ഈ ജീവിതം പോലും വേണ്ടെന്ന് വയ്ക്കും, മറ്റൊരാളുടെ ഹൃദയം കൊണ്ട് ഔദാര്യമായി കിട്ടിയ ജീവൻ തനിക്ക് നിലനിർത്തണ്ട എന്നതായിരിക്കും എൻ്റെ മോൻ എടുക്കാൻ പോകുന്ന നിലപാട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും എൻ്റെ മോനെ അറിയിക്കരുത് ഡോക്ടർ എന്ന് മഹേന്ദ്രൻ അന്ന് അപേക്ഷിച്ചപ്പോൾ ഒടുവിൽ ഡോക്ടർ മഹേന്ദ്രന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു കാര്യം അന്ന് ഡോക്ടറും മഹേന്ദ്രന്റെ ഇടയിൽ നടന്ന ആ സംഭവം പെട്ടെന്ന് തന്നെ മഹേന്ദ്രന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതെല്ലാം ഓർത്തു നിൽക്കുന്ന മഹേന്ദ്രനോട് ഡോക്ടർ പറഞ്ഞു, മഹേന്ദ്രൻ, അന്ന് ഞാൻ നൽകിയ വാക്കിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ഞാൻ ആ ഫയൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസം എൻ്റെ ഹോസ്പിറ്റലിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അവിടെ ഒരു നേഴ്സ് ആ ഫയല് അവിടെ നിന്ന് മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി അത് എടുത്തു നൽകുകയുണ്ടായി. അതും അവിടെ ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട്, അതിനെക്കുറിച്ച് അറിയാൻ, ഇതിന്റെ ഡോണറിനെയും റെസിപ്പിന്റെയും ആരാണെന്ന് അറിയുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഫയൽ ഇപ്പോൾ മിസ്സിംഗ് ആണ്. ആ ഫയൽ മിസ്സായതിന് കാരണക്കാരിയായ നഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടും ആർക്കാണ് അവർ നൽകിയതും എന്തിനാണ് നൽകിയെന്നുള്ളതിനും ഇപ്പോഴും അവർ ഉത്തരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഫയൽ കയ്യിൽ കിട്ടിയ ആളുടെ ഭാഗത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും മഹേന്ദ്രനെ തേടി ഒരു ഫോൺ കോൾ വന്നേക്കും. അങ്ങനെ ഒരു ഫോൺ കോൾ എത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാനല്ല അതിന് ഉത്തരവാദിയെന്നും ഞാൻ ആരോടും അത് തുറന്ന് പറഞ്ഞിട്ടല്ല അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം മഹേന്ദ്രനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിനായി ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവുമില്ല ഡോക്ടർ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഡോക്ടർ എനിക്ക് നൽകിയത് എന്തുകൊണ്ടും നന്നായി. ഇനി അഥവാ അങ്ങനെ ഒരു ഫോൺ കോൾ എന്നെ തേടി എത്തുകയാണെങ്കിൽ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ഇതിനെ ചുറ്റിപ്പറ്റി ഇനി ഒരു അന്വേഷണമായി മുന്നോട്ട് പോകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ട് പോലും ഇല്ല എന്നും എൻ്റെ മോന്റെ കാതിൽ ഇതൊരിക്കലും എത്താത്ത രീതിയിലും അതിനെ തരണം ചെയ്യാൻ എനിക്കറിയാമെന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ ഡോക്ടർ പറഞ്ഞു, മഹേന്ദ്രൻ, മറ്റൊരു കാര്യം കൂടി എനിക്ക് മഹേന്ദ്രനോട് പറയാനുണ്ട്. ആരാണ് മഹേന്ദ്രന്റെ മകന് വേണ്ടി ഇങ്ങനെ ഒരു ഹാർട്ട് തരാൻ തയ്യാറായതെന്നും അയാളെ ആരാണെന്നും മഹേന്ദ്രനെ അറിയുവാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ മഹേന്ദ്രൻ പറഞ്ഞു, വേണ്ട ഡോക്ടർ, അങ്ങനെ ഒരു പുണ്യാത്മാവ് എൻ്റെ മോന് ജീവൻ നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൻ ഇപ്പോഴും ഈ ലോകത്ത് എൻ്റെ മകനായി ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളുടെ പൊന്നോമനയായി ഇപ്പോഴും നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ചിരയ്ക്ക് കൊള്ളി വെക്കേണ്ടവനാണ് എൻ്റെ മകൻ. അവൻ അങ്ങനെ ഒരു ആയുസ് നീട്ടിക്കൊടുത്ത ആ പുണ്യാത്മാവിന് എന്നും സ്മരിച്ചുകൊണ്ടും ആ പുണ്യാത്മാവിന് ആത്മശാന്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥനയോടെയുമാണ് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ആ പുണ്യാത്മാവ് ആരാണെങ്കിലും അയാളെ എനിക്കറിയണമെന്നില്ല. ഇനി ഒരിക്കലും അയാളെ കാണാനോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് അറിയാനോ അയാളുടെ ഡീറ്റെയിൽസുകൾ കേൾക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ മകന് അങ്ങനെ ഒരു ഒരു സഹായം ചെയ്ത ആ ആത്മാവിന് ആത്മശാന്തി കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ മഹേന്ദ്രൻ നൽകിയതിന്റെ സമാധാനത്തിൽ നിന്നു. അപ്പോഴാണ് ശാലിനി കൃത്യമായി തന്നെ റസാഖിന്റെ ഓഫീസിലേക്ക് എത്തിയത്. അപ്രതീക്ഷിതമായിട്ടുള്ള ശാലിനിയുടെ വിസിറ്റിംഗ് കണ്ടുകൊണ്ട് റസാഖ് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ മഹേന്ദ്രന്റെ മകളെയും ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും പോലീസ് പിടികൂടിയതും അവിടെ രണ്ടുപേരെയും മഹേന്ദ്രൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയ കാര്യങ്ങളുമൊക്കെ ശാലിനി അന്വേഷിച്ചു. എന്നാൽ അതിനുശേഷം ഇതുവരെയായിട്ടും പ്രകാശിനെ കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭിച്ചിട്ടില്ല എന്നും പ്രകാശ് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നും പ്രകാശ് മിസ്സിംഗ് ആണെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം തനിക്ക് ഞാൻ എൻ്റെ സഹോദരനെ പോലെ കരുതുന്ന ചെറുപ്പക്കാരനാണത്. അതുകൊണ്ട് തന്നെ പ്രകാശിന് ഒരു ആപത്തും വരാൻ പാടില്ലെന്നും എത്രയും വേഗം പ്രകാശിനെ കണ്ടെത്തണമെന്നും റസാഖിന് വേണ്ട നിർദ്ദേശം നൽകുകയാണ് ശാലിനി. അപ്പോഴേക്കും മഹേന്ദ്രൻ താൻ പിടികൂടിയ തൻ്റെ വലയിൽ അകപ്പെടുത്തിയ പ്രകാശിനെ ഒരു തടവറയിൽ പ്രകാശിനെ സൂക്ഷിച്ചിരിക്കുകയും പ്രകാശിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രകാശ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായി പ്രകാശിനോട് നിരന്തരം മർദ്ദിച്ചുകൊണ്ട് ആ ഗുണ്ടകൾ പ്രകാശിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും ഒരു കാരണവശാലും ചന്ദ്രയുടെ ജീവിതത്തിലേക്ക് ഇനി നുഴഞ്ഞു കയറാൻ പാടില്ല എന്നും പ്രകാശ് അത് സമ്മതിക്കുന്നതക്ക രീതിയിൽ പ്രകാശിനെ അവർ ഉപദ്രവിക്കുന്നു.